എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു LDC മുൻവർഷ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മാത്സ് ഒഴികെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. 1. മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കെ കേളപ്പൻ സെക്രട്ടറിയുമായി ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. 2. ഗാന്ധിജിയുടെ അനുവാദത്തോടെ കെ കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു. പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഒരു കാൽനട സമര പ്രചാരണ ജാഥ പുറപ്പെട്ടു. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3. അടുത്ത ചോദ്യം നോക്കാം. ഐക്യകേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. 1. 1947 തൃശ്ശൂരിൽ വെച്ച് കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യകേരള സമ്മേളനം നടന്നു. 2. 1949 ജൂലൈ 1 നടന്ന തിരുക്കൊച്ചി സംയോജനം ഐക്യകേരളത്തിൻ്റെ ആദ്യപടിയായി കണക്കാക്കപ്പെട്ടു. 3. സർദാർ KM പണിക്കർ അധ്യക്ഷനായി ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകൃതമായി. 4. 1956 നവംബർ 1 ഐക്യകേരളം നിലവിൽ വന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 4. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. 1. ബ്രിട്ടനെതിരായുള്ള കോളനിക്കാരുടെ ആക്ഷേപത്തിന് പ്രധാന കാരണം മെർക്കന്റലിസം എന്ന സാമ്പത്തിക സിദ്ധാന്തം ആയിരുന്നു. 2. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നിലവിൽ വന്ന ഭരണഘടന പ്രകാരം പ്രഖ്യാപനം ചെയ്ത പ്രധാന മനുഷ്യ അവകാശ പ്രഖ്യാപനമാണ് മനുഷ്യരെല്ലാം സ്വതന്ത്രരായി ജനിക്കുകയും സ്വതന്ത്രരായ അവകാശങ്ങളിൽ സമന്മാരായി വർത്തിക്കുകയും ചെയ്യുക. ഏതൊരു രാഷ്ട്രീയ വ്യവസ്ഥയുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ പ്രകൃതിദത്തമായ അവകാശങ്ങളുടെ സംരക്ഷണമാണ്. 3. 1764 ബ്രിട്ടീഷ് പാർലമെന്റ് പഞ്ചസാര ആക്ട് പാസാക്കി. ഈ നിയമം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരയിന്മേൽ ഒരു ചുങ്കം ചുമത്തി. 4. ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്ന ചാൾസ് ടൗൺ ഷെൽട്ട് അമേരിക്കൻ ഇറക്കുമതി ചുങ്കം നിയമം പാസാക്കി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3, 4. അഡോൾഫ് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. 1. ഹിറ്റ്ലർ രചിച്ച നാസിസത്തിൻ്റെ സുവിശേഷ ഗ്രന്ഥമാണ് മെയിൻ കാഫ് അഥവാ എൻ്റെ സമരം. 2. 1934 ജർമ്മൻ പ്രസിഡന്റ് ഹിൻഡൻബർഗ് അന്തരിച്ചപ്പോൾ ഹിറ്റ്ലർ ചാൻസലർ സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും തന്നിൽ ഏകീകരിച്ച് മൂന്നാം ജർമ്മൻ സാമ്രാജ്യം സ്ഥാപിച്ചു. 3. ഹിറ്റ്ലർ രൂപീകരിച്ച ഒരു സന്നദ്ധ സേന ആയിരുന്നു ബ്ലാക്ക് ഷർട്ടുകൾ. 4. ഹിറ്റ്ലർ ചാരവൃത്തിക്ക് വേണ്ടി വിദഗ്ധ പരിശീലനം കൊടുത്തവരായിരുന്നു എലൈറ്റ് ഗാർഡ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 3, 4. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. 1. ബർദോളി, 2. ചമ്പാരൻ, 3. ഗേഡ, 4. അഹമ്മദാബാദ്. ഉത്തരം എ ആണ്. 2, 3, 4. 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിനെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്നവയുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്തു എഴുതുക. മികച്ച നടൻ ജെസ്സി പ്ലെമോൺസ്, മികച്ച നടി എമിലിയ പെരസ്, ജൂറി പ്രൈസ് എമിലിയ പെരസ്, മികച്ച സംവിധായകൻ മിഗേൽ ഗോമസ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരി. ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രോട്ടോകോൾ ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ക്യോട്ടോ പ്രോട്ടോകോൾ. അനർ ഗിർന ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. താപ്തി. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്കുശാല ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ദുർഗ്. രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്നും താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റിൻ്റെ പേരെന്ത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. പർവ്വതക്കാറ്റ്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെ ഡാഷ് എന്ന് അറിയപ്പെടുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഈസ്റ്റിങ്സ്. കർണാടകയിലെ ആദി ചുഞ്ചനഗിരി പക്ഷി സങ്കേതം ഏത് പക്ഷിയുമായാണ് ബന്ധപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. മയിൽ.
താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ നിലനിന്ന ഭൂവുടമ സമ്പ്രദായം. ഓപ്ഷൻ എ സെമീന്ദാരി സമ്പ്രദായം, ഓപ്ഷൻ ബി റയത്വാരി സമ്പ്രദായം, ഓപ്ഷൻ സി ഫ്യൂഡൽ സമ്പ്രദായം, ഓപ്ഷൻ ഡി മഹൽവാരി സമ്പ്രദായം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. എ, ബി, ഡി മാത്രം ശരി. ഒരു ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന മേഖലകളെ സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. കുടുംബങ്ങൾ, സംരംഭങ്ങൾ. താഴെ പറയുന്നവയിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സേവനം. ഉത്തരം ഓപ്ഷൻ സി ആണ്. വാർത്താവിനിമയം. താഴെ 2 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഒരെണ്ണം ദൃഢപ്രസ്താവനയാണ്, അസേർഷൻ എ. മറ്റൊന്ന് കാരണം, റീസൺ ആർ. ദൃഢപ്രസ്താവം അസേർഷൻ എ. 2ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന ഘന വ്യവസായങ്ങളിലുള്ള പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു. കാരണം, റീസൺ, ഇന്ത്യയിലെ സ്വകാര്യ മേഖല ദുർബലവും വൻകിട നിക്ഷേപം നടത്തുന്നതിനോ നിക്ഷേപ സമാഹരണം നടത്തുന്നതിനോ ഉള്ള ശേഷിയും പ്രാപ്തിയും ഉള്ളതായിരുന്നില്ല. മുകളിലെ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഉചിതമായ ഉത്തരം കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. എയും ആറും ശരിയാണ്. കൂടാതെ ആർ കൃത്യമായ വിശദീകരണമാണ്. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇന്ത്യ ഗവൺമെൻറ് അടുത്ത കാലത്തായി ചെറുധാന്യങ്ങൾ രാജ്യവ്യാപകമായി കൃഷി ചെയ്യുന്നതിന് വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. കൂടാതെ മില്ലറ്റ്സ് പോഷക സമ്പത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നു. ഇന്ത്യയിലെ മില്ലറ്റ്സ് ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഏത് സംസ്ഥാനമാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. രാജസ്ഥാൻ. PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന പദ്ധതിയുമായി അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത്? നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. എ, ഇന്ത്യയിലെ കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ തുടങ്ങിയ പദ്ധതി. ഓപ്ഷൻ ബി, ഈ പദ്ധതി പ്രകാരം വീടുകളുടെ മുകളിൽ സോളാർ പാനൽ വയ്ക്കാൻ സബ്സിഡി നൽകുന്നു. സി, പദ്ധതി പ്രകാരം 1 കോടി കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ ഡി, സോളാർ പാനൽ സ്ഥാപിക്കുന്നതിൻ്റെ മുഴുവൻ ചെലവും ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നു. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് ആധാരമായി മാറിയ ലക്ഷ്യപ്രമേയത്തിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന താഴെ പറയുന്നതിൽ ഏതാണ്? 1. ലക്ഷ്യപ്രമേയം നെഹ്റുവും അംബേദ്കറും കൂടി അവതരിപ്പിച്ചു. 2. അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. 3. നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. 4. ലക്ഷ്യപ്രമേയം 1947 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാസാക്കപ്പെട്ടു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 3ഉം 4ഉം ശരി. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 8 പ്രധാന കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. താഴെ പറയുന്നതിൽ അത്തരം കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർ ശരിയായത് ഏതൊക്കെ? 1. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു. 2. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു. 3. പ്രൊവിഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അംബേദ്കർ. 4. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 ശരി. ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? 1. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. 2. 1955 പൗരത്വ നിയമം അനുസരിച്ച് 4 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. 3. 1955 പൗരത്വ നിയമം അനുസരിച്ച് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. 4. 1955 നിയമം അനുസരിച്ച് രജിസ്ട്രേഷൻ വഴി 3 രീതിയിൽ മാത്രം പൗരത്വം നേടാം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരി. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന വിവിധ പ്രസ്താവനകൾ ഏറ്റവും ശരിയായത് ഏതാണ്? 1. ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ മതവിഭാഗത്തിൻ്റെയോ സംരക്ഷണത്തിനോ പ്രചാരണത്തിനോ ചിലവാക്കുന്ന തുകയ്ക്ക് നികുതികൾ പാടില്ല എന്ന് 27ാം വകുപ്പ് പറയുന്നു. 2. 32ാം വകുപ്പിനെ നെഹ്റു ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചു. 3. കേശവാനന്ദ ഭാരതി കേസ് മൗലിക അവകാശവുമായി ഒരു ബന്ധവും ഇല്ല. 4. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 23 മനുഷ്യക്കടത്തിനെയും നിർബന്ധിത ജോലിയെയും എതിർക്കുന്നുണ്ട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 4ഉം ശരി.
42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇവയിലേതാണ്? 1. പാർട്ട് 4A ഭരണഘടനയോട് കൂട്ടിച്ചേർത്തു. 2. ലോക്സഭയുടെ കാലാവധി നീട്ടി. 3. 7ാം പട്ടികയിൽ നിന്ന് സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന 10 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. 4. മിനി ഭരണഘടന എന്ന് വിളിക്കുന്നില്ല. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരി. ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഹർദീപ് സിംഗ് പുരി. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പ് എത്രാമത്തെ തെരഞ്ഞെടുപ്പ് ആയിരുന്നു? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 18ാമത്തെ. കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വയോമിത്രം. താഴെ പറയുന്നവയിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? 1. ഭരണഘടനയുടെയും പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെയും അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. 3. ഭരണഘടനയുടെ 42ാം ഭേദഗതി പ്രകാരമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം മാത്രം. ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് വിമാനത്താവളമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. കൊച്ചി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു സാമ്പത്തിക വർഷം എത്ര തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്. 100. ശുചിത്വ മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതിന് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഹരിത കേരളം മിഷന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. KJ യേശുദാസ്. 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ആട്ടം. സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഗവർണർ. മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്തരമുള്ള ആവരണം. ഉത്തരം ഓപ്ഷൻ എ ആണ്. പെരികാർഡിയം. നിപ്പ അസുഖം ഉണ്ടാക്കുന്ന രോഗാണു ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. വൈറസ്. ഹരിത ഗൃഹവാതകത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്സിജൻ. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി താലോലം. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്: 1. വ്യായാമക്കുറവ്, 2. സാംക്രമികം, 3. പരമ്പരാഗതം, 4. അമിത ഭക്ഷണം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 4. ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ത്രോംബോസൈറ്റ്. DNA-യിലെ നൈട്രോജനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി. യുറാസിൽ. നിശാന്തതയ്ക്ക് കാരണം ഏത് ജീവകത്തിന്റെ അഭാവമാണ്? ഉത്തരം ഓപ്ഷൻ എ. വിറ്റാമിൻ എ. സൗരചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. കോൺകേവ് ദർപ്പണം. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ചലനത്തിന് കാരണം ഡാഷ് ആണ്. ഉത്തരം ഓപ്ഷൻ എ. അഭികേന്ദ്ര ബലം. ശബ്ദ തീവ്രത അളക്കാനുള്ള യൂണിറ്റ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഡെസിബൽ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യം? ഉത്തരം ഓപ്ഷൻ ഡി. ഇന്ത്യ. 2023 ഭൗതിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിക്കാത്ത വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ ബി. ക്ലോഡിയ ഗോൾഡിൻ. അക്വ റീജിയയെ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള കാരണം? ഉത്തരം ഓപ്ഷൻ എ ആണ്. സ്വർണം ലയിപ്പിക്കാനുള്ള കഴിവ്. താഴെ തന്നിരിക്കുന്ന മൂലകങ്ങളിൽ അലോഹങ്ങളെ തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. കാർബൺ, നൈട്രജൻ. തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ലാക്റ്റിക് ആസിഡ്. ഏറ്റവും ശക്തമായ ഇലക്ട്രോണിക് ഘടകം? ഉത്തരം ഓപ്ഷൻ ബി. ഗ്രഫീൻ. ഇരുമ്പ് ലോഹങ്ങളിൽ നിന്നും വൈദ്യുതി ലഭിക്കുന്ന മാന്ത്രിക ശക്തി ഇവയുമായി ബന്ധപ്പെട്ട പദാർത്ഥം? ഓപ്ഷൻ എ. സോഡിയം വായു ബാറ്ററി. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമായ സംക്ഷേപ വേദാർത്ഥം ആരുടെ രചനയാണ്? ഉത്തരം ഓപ്ഷൻ ബി. ഫാദർ ക്ലെമന്റ് പിയാനിയസ്.
നാടകരംഗത്ത് പുതിയ അവബോധം സൃഷ്ടിച്ച നാടകകൃത്ത് CJ തോമസിന്റെ നാടകങ്ങൾ ഏതെല്ലാമാണ്? 1. ആ കനി തിന്നരുത്. 2. അവൻ വീണ്ടും വരുന്നു. 3. കറുത്ത ദൈവത്തെ തേടി. 4. 1128 ക്രൈം 27. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 2, 4. മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗാർഹിക വാസ്തുവിദ്യ. താഴെ തന്നിരിക്കുന്നവയിൽ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ആണ് ചെണ്ട, ചേങ്ങില, ഇലത്താളം, ശുദ്ധമദ്ദളം. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാം? 1. സമ്പർക്കക്രാന്തി. 2. മിണ്ടാപ്രാണി. 3. മുഴക്കം. 4. നിരീശ്വരൻ. ഉത്തരം ഓപ്ഷൻ സി ആണ് 1, 3. 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ലോസ് ഏഞ്ചലസ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. 1. 2023 ദേശീയ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിനായുള്ള രാജ ബലേന്ദ്ര സിംഗ് ട്രോഫി മഹാരാഷ്ട്രയ്ക്കാണ് ലഭിച്ചത്. 2. 2023 ദേശീയ ഗെയിംസിന് വേദിയൊരുങ്ങിയത് ഗോവയിലാണ്. 3. 2023 ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിന്റെ താരം സജൻ പ്രകാശ് സ്വർണം നേടി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 1, 2, 3 ശരി. ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? 1. അയച്ചതും എന്നാൽ ഡെലിവർ ചെയ്യാത്തതുമായ ഇമെയിലുകളാണ് ഡ്രാഫ്റ്റുകൾ. BCC എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ്. 3. ഒരു ഇമെയിലിന് ഡോക്യുമെന്റുകളും ചിത്രങ്ങളും പോലെ ഒന്നിലധികം അറ്റാച്ച്മെന്റുകൾ ഉണ്ടാകാം. ഉത്തരം ഓപ്ഷൻ സി ആണ് 2, 3. മെറ്റാഡേറ്റ, ശീർഷകം, സ്റ്റൈൽ കോഡ് എന്നിവ കണ്ടെത്തുന്ന HTML ടാഗ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. IT ആക്ട് 2000 സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് 66F. പ്രോഗ്രാമിംഗിൽ ഒരു വേരിയബിളിന്റെ ഉപയോഗം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് മാറ്റാൻ കഴിയുന്ന ഡേറ്റ സംഭരിക്കുന്നതിന്. പാന്തർ, ജാഗർ, പ്യൂമ, ചീറ്റ എന്നിവ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വിവിധ പതിപ്പുകളാണ്? ഉത്തരം ഓപ്ഷൻ ബി മാക്. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി വകുപ്പ് 5(2). ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൂല്യം ഡാഷ് കവിയുന്നില്ലെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകാം. ഉത്തരം ഓപ്ഷൻ സി ആണ് 1 കോടി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാന്റെ കാലാവധി? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെ ഏതാണോ ആദ്യം അത്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അധ്യക്ഷൻ? ഓപ്ഷൻ ബി ആണ് ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇനി പറയുന്നവയിൽ ഏതാണ് മജിസ്ട്രേറ്റിന് പാസ്സാക്കാൻ കഴിയുക? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവ എല്ലാം. ലോക ഉപഭോക്തൃ അവകാശ ദിനം എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ് മാർച്ച് 15. ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് ഏത് സുപ്രധാന നിയമനിർമ്മാണം പാസാക്കി? ഓപ്ഷൻ എ ആണ് വരിക മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം 2007. എ ഗ്രൂപ്പ് ഓഫ് വെയിൽസ് ഈസ് കോൾഡ്? ഉത്തരം ഓപ്ഷൻ എ ആണ് പോഡ്. ദ ആന്റണിം ഓഫ് കണ്ടാമിനേറ്റ് ഈസ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക പ്യൂരിഫൈ. ഈദർ ദ പാരൻസ് ഓർ ദ ഗേൾ ഡാഷ് ടു ബ്ലെയിം ഇൻ ദിസ് അഫെയർ? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഈസ്. പഴശ്ശിരാജ ഡാഷ് എ ബ്രേവ് ഫൈറ്റ് എഗൻസ്റ്റ് ബ്രിട്ടീഷ് ആർമി? ഉത്തരം ഓപ്ഷൻ എ ആണ് പുട്ടപ്പ്. Mimi said, I have been writing this letter. Change it into indirect speech. Mimi said that. Option A ആണ് ഉത്തരം വരിക. She had been writing that letter. Choose the correct noun form for a male swan. ഉത്തരം ഓപ്ഷൻ ഡി ആണ് cob. Our new employee is good at? ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക thinking out of the box. By the time we reached the station, the guard dashed the whistle. ഉത്തരം ഓപ്ഷൻ സി ആണ് had blown. The synonym of the word eloquent is? ഉത്തരം ഓപ്ഷൻ സി ആണ് fluent. She gave me dash book that I wanted. ഉത്തരം ഓപ്ഷൻ ബി ആണ് the book.
പണിക്കാരി എന്ന പദം താഴെ കൊടുത്തവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്ത്രീലിംഗം. അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നു. ഈ വാക്യത്തിൽ അമ്മമാർ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സലിംഗ ബഹുവചനം. താഴെ കൊടുത്തവയിൽ തെറ്റായി എഴുതിയിരിക്കുന്ന പദമാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. താഴെ കൊടുത്തവയിൽ ശരിയായ വാക്യം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഉചിതമായ മറുപടി, അടിവരയിട്ട വാചകത്തിന് അനുയോജ്യമായ ശൈലി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഉരുളയ്ക്കുപ്പേരി. കൂട്ടത്തിൽ പെടാത്തത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഛത്രം. അമരത്തടത്തിൽ തവള കരയണം. ഈ പഴഞ്ചൊല്ല് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കൃഷിയുമായി. താഴെ കൊടുത്തവയിൽ ഉഗ്രം എന്നതിൻ്റെ വിപരീതം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ശാന്തം. പിൽക്കാലം എന്ന പദം പിരിച്ചെഴുതിയാൽ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, പിൻ പ്ലസ് കാലം. ഇഹലോകത്തെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഐഹികം.